ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരളയാത്ര എറണാകുളം ജില്ലാ പര്യടനം പുരോഗമിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ആരംഭിച്ച പര്യടനം 7:30 അങ്കമാലിയിൽ സമാപിക്കും. എന്താ കാര്യം ലഹരിക്കടിമപ്പെട്ടവരാരും തിരികെ വന്ന ചരിത്രവും കുറവാണ്. SKN40 കേരള യാത്രയ്ക്ക് രാജനഗരിയുടെ ഐക്യദാർഢ്യം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ പങ്കാളികൾ. എവിടെ വേണമെങ്കിലും പരിശോധിക്കാം, ആരുടെയും പെർമിഷൻ വേണ്ട. ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ചോണം. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അത് അതിന്റെ മാക്സിമം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു മഹാവിപത്താണ്. ചെറിയ ക്ലാസ്സിൽ 7ാം ക്ലാസ് തൊട്ട് ഇന്ന് പിള്ളേര് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സംഗീതം ലഹരിയാക്കിയാൽ മതി. സംഗീതം ആണ് ലഹരി എന്നാണ് പറയുന്നത്. 40 ദീപങ്ങൾ തെളിയിച്ച് SKN40 എറണാകുളം രാജഗിരി ക്യാമ്പസിന്റെ ഐക്യദാർഢ്യം. ലഹരിക്കെതിരെ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനും തൃപ്പൂണിത്തുറ 20 റിംഗ്സ് കൂട്ടായ്മയും സംഘടിപ്പിച്ച വാഹനജാഥ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ട്വന്റി റിംഗ്സ് വണ്ടി പോട്ടെ. ഓക്കെ. ചലച്ചിത്ര പ്രവർത്തകരായ രവീന്ദ്രനും അഭിലാഷ് പിള്ളയും യാത്രയുടെ ഭാഗമായി. എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. ഇപ്പം നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഞാൻ നമുക്കൊരു പേടിയുണ്ട്. കാരണം ഡെയിലി ഇപ്പം നമുക്ക് കേൾക്കുന്ന മിഠായി ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് വെച്ചാൽ ഞെട്ടിക്കുന്നതാണ്. സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഇന്നും മനസ്സിലാക്കാതെയാണ്. ഒരു ചെറിയ പ്ലഷറിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഇതിനകത്ത് വന്ന് വീഴുന്നത്. സോ ദേ ഗെറ്റ് അഡിക്റ്റഡ്. ഇത് ആദ്യമേ കുറച്ച് ഫ്രീ ആയിട്ട് വരും. ഇത് അങ്ങനെ തന്നെയാണ് ഈ ബിസിനസ് ഇവർ ഇവിടെ പിടിച്ചത്. വേരോട് ഇറക്കേണ്ടത്. വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി യാത്ര അങ്കമാലിയിൽ സമാപിക്കും. നാളെ തൃശൂർ ജില്ലയിലാണ് കേരള യാത്രയുടെ പര്യടനം. 24 കൊച്ചി.